തന്നെയാണ്. അപ്പോൾ ആ പരാജയം വരാതിരിക്കുവാൻ വേണ്ടി നിങ്ങളെക്കാളും അനുഭവ സമ്പത്തുള്ള വ്യക്തികളിൽ നിന്നും അവരുടെ ആ ഒരു അനുഭവം നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക്, സ്വന്തമായിട്ട് ബിസിനസ് ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം നടത്തുവാൻ ഈ ഒരു വർഷം സാധിക്കും. വസ്തു വാങ്ങുവാൻ സാധിക്കും. വീട് പണി ചെയ്യുവാൻ സാധിക്കും. വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ വീടിന് മെയിൻ്റനൻസ് ചെയ്യുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഗൃഹസംബന്ധമായിട്ടും വസ്തു സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. ദാമ്പത്തിക ജീവിതത്തിൽ നിങ്ങൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും എന്നാൽ അത് ഈശ്വര പ്രാർത്ഥനയിലൂടെയും ക്ഷേത്ര ദർശനത്തിലൂടെയും പരിഹരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന വർഷം തന്നെയാണ്. ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും അതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പരാജയം സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യം കുറയുകയും ദൈവാനുഗ്രഹം കുറയുന്നതും കൊണ്ടാണ് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. വ്യാപാര വ്യവസായ മേഖലകളിൽ നിങ്ങൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിരവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ലാഭം വളരെ കുറവായിരിക്കും. ഒരുപാട് കഠിനാധ്വാനം ചെയ്താലും പ്രതീക്ഷിക്കുന്ന ലാഭം നിങ്ങൾക്ക് വരുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് അതിന് കൃത്യമായി ചെയ്താൽ നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ്. ഇവർക്ക് നേട്ടങ്ങളുണ്ടാകും, വിജയങ്ങളുണ്ടാകും, അംഗീകാരങ്ങളുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ച മേഖലയിൽ അഡ്മിഷൻ കിട്ടും, സന്തോഷകരമായി പഠിക്കുവാൻ സാധിക്കും, വിദേശങ്ങളിൽ പോയി പഠിക്കുവാൻ സാധിക്കും. അതായത് ജോലി ശ്രമിക്കുന്നവർക്ക്, PSC പോലുള്ള എക്സാം എഴുതുന്നവർക്ക് പരീക്ഷ വളരെ എളുപ്പമാകുകയും ലിസ്റ്റിൽ പേര് വരുവാനും എല്ലാം സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആത്മാർത്ഥത കുറച്ചും കൂടി കാണിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്കും അപ്പുറം നല്ലൊരു വിജയമുണ്ടാകും. ഒന്നിലധികം തവണ ദീർഘയാത്രകൾ ചെയ്യേണ്ടി വരികയും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വിജയം ഉറപ്പാക്കും എന്നുള്ള പദ്ധതികൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. എനിക്കത് ലഭിക്കും, നേടുമെന്ന്. ബിസിനസ് രംഗത്തും അല്ലെങ്കിൽ നിങ്ങളൊരു കായിക രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് തന്നെ വിജയം എന്ന് പ്രതീക്ഷിക്കുന്ന മേഖലയിലായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി ലഭിക്കുന്നത്. നിങ്ങൾ അവസാന ഘട്ടങ്ങളിൽ ചിലപ്പോൾ പരാജയം വരാൻ സാധിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യുക, മുന്നോട്ട് പോകുക. അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും അവിടെ വിജയിക്കുന്നത്, നിങ്ങൾ പരാജയപ്പെടുന്നത്. വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക. ജോലി സംബന്ധമായ പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ച് നിങ്ങൾ ഇരിക്കുകയായിരിക്കും. എന്നാൽ നമുക്ക് കിട്ടില്ല, കൂടെ നിൽക്കുന്ന ആളായിരിക്കും കയറിപ്പോകുന്നത്. സൂക്ഷിക്കുക. ജീവിത പങ്കാളിയിൽ നിന്നും ഉറച്ച പിന്തുണ ഉള്ളത് കൊണ്ട് എന്തൊക്കെ പ്രശ്നം